ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഇന്ത്യയിൽ ഒന്നാമതാക്കുമെന്ന് മന്ത്രി അബ്ദുൾ ഗഫൂർ. കോതമംഗലത്ത് MP's എക്സലന്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വളരെ മുന്നിലാണെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തെ ഒന്നാമതെത്തിക്കുമെന്നും സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VE അബ്ദുൾ ഗഫൂർ പറഞ്ഞു. കോതമംഗലം കലാ ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP എല്ലാ വർഷവും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി നൽകുന്ന MP's എക്സലന്റ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ വിദ്യാഭ്യാസ രംഗം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം നമ്മൾ പറയുമ്പോഴും അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു വിദ്യാഭ്യാസ മാറ്റത്തിലേക്ക് അതിൻ്റെ ഒരു തോതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു വസ്തുത. കേരളത്തിൽ നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഇവിടെ നിന്ന് പല വിദ്യാർത്ഥികളും പുറത്തേക്ക് പോകുന്ന വലിയൊരവസ്ഥ നമുക്കുണ്ട്. അതിൽ നിന്നൊക്കെ വലിയ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ശ്രമത്തിലാണ് ഇന്നത്തെ സർക്കാർ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ നിന്നാണ് മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ആൾ തന്നെയാണ്. അപ്പോൾ വലിയൊരു മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഇന്ന് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ ഒരു കഴിഞ്ഞ 5 വർഷത്തിൽ നിന്ന് അല്ലെങ്കിൽ 10 വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു മാറ്റം ഈ രംഗത്ത് വേണം എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചർച്ച. ബഹുമാനായ മന്ത്രി അതിനുള്ള ശ്രമത്തിലാണ്. അദ്ദേഹം തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയൊരു മാറ്റം ഈ വിദ്യാഭ്യാസ രംഗത്ത് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പുതിയുഗ കേരളം എന്ന സ്വപ്നം ഉന്നത വിദ്യാഭ്യാസമടക്കം വിവിധ മേഖലകളിൽ യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി അബ്ദുൾ ഗഫൂർ പറഞ്ഞു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാടിന്റെ അഭിമാന താരങ്ങളായി മാറിയ വിദ്യാർത്ഥികളെ ആദരിക്കുകയാണ്. അവരെ ആദരിക്കുക എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധിയുടെ അതല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ ജനപ്രതിനിധികളുടെ ഒക്കെ വലിയ ഉത്തരവാദിത്വവും കടമയുമാണ് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം മുൻ തലമുറയുടെ ഒരു കാലഘട്ടത്തിൽ, പഴയ തലമുറയുടെ ഒരു കാലഘട്ടത്തിൽ അവർ സ്വപ്നം കണ്ട പല കാര്യങ്ങളും ഇന്നത്തെ തലമുറ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് വളരണമെന്നും പുരോഗമിക്കണമെന്നും ഒരുപക്ഷെ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള സാധ്യതകൾ നമ്മുടെ നാട്ടിലേക്ക് വരണമെന്നും ഐശ്വര്യസമ്പൂർണമായ, സമാധാനപൂർണമായ, സന്തോഷകരമായ ഒരു ജീവിതക്രമം നമുക്കൊക്കെ ഉണ്ടാകണമെന്നും ഒക്കെ സ്വപ്നം കണ്ടവരാണ് പഴയ തലമുറ. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസമില്ലാതെ, അറിവില്ലാതെ ഒരിടത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ വിദ്യാഭ്യാസം സമ്പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റുകൾ ഭരണഘടന അനുസൃതമായി തന്നെ അതിൻ്റെതായ സാധ്യതകളെ നല്ല വിധത്തിൽ നിയമാനുസരണം തന്നെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അതിൻ്റെതായ സാധ്യതകൾ നല്ല വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ വാതായനങ്ങൾ തുറന്നിട്ടുകൊണ്ട് 21ാം നൂറ്റാണ്ടിൻ്റെ എല്ലാ സാധ്യതകളെയും നമുക്ക് പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകമായ അവസരത്തിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ചുവട് വെക്കുന്ന നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുക, അഭിനന്ദിക്കുക എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും കടമയും കർത്തവ്യവുമാണ്. ഷിബു തെക്കുംപുറം MLA മുഖ്യപ്രഭാഷണം നടത്തി. മുന്നേറ്റത്തിന് തീർച്ചയായും ആവേശം പകരട്ടെ, ശക്തി പകരട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും, ഈ മത്സരങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ഈ മത്സരങ്ങളുടെ ലോകത്ത് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ എല്ലാ തരത്തിലും മികവ് പുലർത്താൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരായി മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. നമുക്ക് വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അറിവിൻ്റെ ലോകത്ത് നമുക്ക് വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ജീവിത വിജയം നമുക്ക് നേടുവാനായിട്ട് കഴിയും. സാമ്പത്തികമായ സ്വയം പര്യാപ്തത, എല്ലാ തരത്തിലുമുള്ള വലിയ അംഗീകാരങ്ങളും നമ്മളെ തേടിയെത്തും. അപ്പോൾ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ വിദ്യാഭ്യാസ കാലയളവിൽ നിങ്ങൾക്ക് ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ തക്കവണ്ണം കൂടുതൽ ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ ഈ MP യുടെ എക്സലൻസ് അവാർഡ് വഴിയൊരുക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.
സന്തോഷ് ജോർജ് കുളങ്ങര ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വിശദീകരണം നടത്തി. ഇത് ഒരു ചെറിയ കാര്യമല്ല. നമ്മുടെ വിദ്യാർത്ഥികൾ അഭിമാനകരമായ വിജയം നേടുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റിലെ ഒരു വിജയം ആഘോഷിക്കുന്ന അവസരത്തിൽ അവരെ അനുമോദിക്കാൻ കിട്ടുന്ന അവസരത്തിൽ തീർച്ചയായും പങ്കെടുക്കേണ്ടതുണ്ട് എന്നെനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലെ ഇനി അങ്ങോട്ട് വരാനിരിക്കുന്ന ജീവിത ഘട്ടങ്ങളിലെയൊക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും ആദ്യത്തെ വിജയമായിരിക്കും 10ാം ക്ലാസ്സിലെ ഒരു ഉന്നത വിജയം എന്ന് പറയുന്നത്. അവിടെ നിങ്ങളുടെ ജീവിതം തുടങ്ങുകയാണ്. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് 10ഓ 20ഓ വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും. ഇത് ഈ ദിവസങ്ങളിൽ നമുക്ക് വളരെ അഭിമാനം ഉണ്ടാക്കുന്നു, മാതാപിതാക്കൾക്കും സ്കൂളിനും നാട്ടുകാർക്കും ഒക്കെ വളരെ സന്തോഷം ഉണ്ടാക്കുന്നു. എങ്കിലും ഒരു 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്തിച്ചേർന്ന സ്ഥലം, ഇതൊക്കെ പരിഗണിക്കുമ്പോൾ ചിലപ്പോൾ ഇത് തീരെ അപ്രധാനമായി മാറിയേക്കാം. അതിൻ്റെ കാരണമുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓരോ 10ാം ക്ലാസ് പരീക്ഷയും കഴിഞ്ഞ് മെയ് മാസം ആകുമ്പോഴേക്കും, മെയ് മാസത്തിൻ്റെ ആദ്യ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ച് റാങ്ക് ജേതാക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും, പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ അറിയിക്കും. 1ാം റാങ്ക്, 2ാം റാങ്ക്, 3ാം റാങ്ക് എന്നൊക്കെ. പിറ്റേ ദിവസത്തെ പത്രത്തിലെ പ്രധാന വാർത്ത റാങ്ക് ജേതാക്കളെ, അവരുടെ വീട്ടിലെ അനുഭവങ്ങൾ, വീട്ടിലെ മാതാപിതാക്കളുടെ ഈ മക്കളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒക്കെ നിറഞ്ഞതായിരിക്കും. ആ ദിവസത്തെ പത്രം മുഴുവൻ SSLC വിജയിയുടെ അല്ലെങ്കിൽ റാങ്ക് ജേതാവിൻ്റെ ചിത്രങ്ങൾ, റാങ്ക് ജേതാക്കളുടെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. നമ്മളൊക്കെ അന്ന് വിചാരിക്കും, ദൈവമേ, ഈ റാങ്ക് നേടിയ, ഈ 1ാം റാങ്ക് നേടിയ, കേരളം മുഴുവൻ ജനങ്ങൾ ആഘോഷിക്കുന്ന ഈ വ്യക്തി, ഈ വിദ്യാർത്ഥി അല്ലെ വിദ്യാർത്ഥിനി എവിടെയെല്ലാം എത്തിച്ചേരാൻ പോകുന്നു, എന്തെല്ലാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന്. തീർച്ചയായിട്ടും അതിൽ കുറേയേറെ ആളുകൾ കേരളത്തിന്റെ ചരിത്രം സൃഷ്ടിച്ചവരായി മാറിയിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് ചെയർപേഴ്സൺ ജെസി സാജു, ഷമീർ പനക്കൽ, AG ജോർജ്, KP ബാബു, അബു മൊയ്തീൻ, MS എൽദോസ്, PK മൊയ്തു, ജോമി തെക്കേക്കര, വിജോയ് P ജോസഫ്, PM സക്കറിയ, അനൂപ് ജോർജ്, PC ജോർജ്, എൽദോസ് വട്ടക്കാവിൽ, അനൂപ് ഇട്ടൻ, അനൂപ് കാസിം, PK ചന്ദ്രശേഖരൻ നായർ, അജി PR, ജെയിൻ അയനാടൻ, അരുൺ അയ്യപ്പൻ, PT ഷിബി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.